Hi friends, welcome to Simis Nadan Kitchen. ഞാൻ സിമി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തനി നാടൻ ഐറ്റമായ ചെമ്മീൻ പീര വറ്റിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ചെമ്മീപ്പുളി ഇട്ടിട്ടാണ് ചെമ്മീൻ പീര വറ്റിക്കുന്നത്. നമുക്കിത് ചെമ്മീപ്പുളി അല്ലാണ്ട് മാങ്ങ, കൊടംപുളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീപ്പുളി വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചധികം ചെമ്മീപ്പുളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ചെമ്മീൻ പീര വറ്റിക്കാൻ വേണ്ടി ഞാൻ 1/4 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. ഇത് കണക്കത്തെ കുഞ്ഞി ചെമ്മീനാണ്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു ചെമ്മീനും പീച്ചിങ്ങയും പിന്നെ ചെമ്മീനും ഉരുളക്കിഴങ്ങും എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ വലിയ ചെമ്മീനായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് കണക്കത്തെ ചെമ്മീനാണ് വേണ്ടത്. നാട്ടിലൊക്കെ കിട്ടുന്ന ഇതുപോലത്തെ കുഞ്ഞി ചെമ്മീൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പീര വറ്റിക്കുന്നത്. ഇനി ഇതിനൊരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങയാണ് എടുത്ത് വെച്ചത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലി, ഇത് മുഴുവൻ മല്ലിയാണിത്. ഇപ്പോൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടുക. പിന്നെ 2 ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില, 4 വറ്റൽമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക. നല്ലപോലെ ഫൈനായിട്ട് അരയേണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്ത് വെച്ചാൽ മതി. നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കുക. ഞാൻ ഈ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളമില്ലാണ്ട് ഞാൻ കല്ലേലാണ് അരച്ചെടുത്തത്. മിക്സിയിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അധികം വെള്ളമില്ലാണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഞാൻ ഈ ചെമ്മീപ്പുളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ചെമ്മീപ്പുളി എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇതിനാണ് ഞങ്ങളിവിടെ ചെമ്മീപ്പുളി എന്നാണ് പറയുന്നത്. ചിലർ ഇലുമ്പംപുളി, ഓർക്കപ്പുളി എന്നൊക്കെ പറയുന്നതിന്. അപ്പോൾ ഇതെടുക്കുക. അപ്പോൾ അത് പുളി ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. ഈ ചെമ്മീപ്പുളി എടുക്കുമ്പോൾ ഇത് കണക്കത്തെ കുഞ്ഞിത് കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഈ ചെമ്മീപ്പുളിക്ക് പകരം കൊടംപുളി അല്ലെങ്കിൽ മാങ്ങ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചെമ്മീപ്പുളി ഇത് കണക്കെ സ്ട്രിപ്സ് ആയിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ ചെമ്മീനിലേക്ക് അതുമേ അരച്ച തേങ്ങ ഇടാം. ഇനി ഇതിലേക്ക് ചെമ്മീപ്പുളിയും പച്ചമുളക്, ഇഞ്ചി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ചെമ്മീപ്പുളിക്കകത്തുനിന്നും ചെമ്മീൻ്റെ അകത്തുനിന്നും ഒക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ ആ വെള്ളം മതി ഇതിൻ്റെ അകത്ത്. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ചെമ്മീൻ്റെ ചട്ടി ഞാൻ സ്റ്റൗവിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് അടച്ചു വെക്കാം. അടയ്ക്കുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അതുപോലെ ചെമ്മീൻ പീര വറ്റിക്കുന്ന, ചെമ്മീൻ കറി വെക്കുക, അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അതാണ് കുറച്ചും കൂടെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ ഒന്ന് അത് ചൂടായിട്ടുണ്ട്. ചൂടായപ്പോൾ അത് ചെമ്മീനിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി. ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട്. വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ചെമ്മീനൊക്കെ ഒന്നും അധികം വേകാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേകും. ഈ ചെമ്മീനിലെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ ചെറിയതായിട്ട് മോയ്സ്ചർ കാണുന്നുണ്ട്. കുഴപ്പമില്ല. ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ബാക്കിയും കൂടി ഒന്ന് നന്നായിട്ട് വറ്റിക്കോളും. ഫുൾ വറ്റി കഴിഞ്ഞിട്ട് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ അത് അടുക്കി പിടിക്കും. അപ്പോൾ ഇച്ചിരി കുറച്ച് വെള്ളം അടുത്തിരുന്നോട്ടെ. ഇത് ഇത്രയും വെള്ളം കാണുന്നുണ്ട്. അത് ചട്ടിയുടെ ചൂട് കൊണ്ട് വറ്റിക്കോളും. ഇനി ഈ ചെമ്മീനിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, ഈ കടുക് നന്നായിട്ട് പൊട്ടി വരണം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു വറ്റൽമുളക്, അത് 2ആയിട്ട് കീറിയിടാം. ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം.
ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില. ഞാൻ കറിവേപ്പിലയും കൂടെ ഒന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. ഇനി ഇത് നമുക്ക് ചെമ്മീനിലേക്ക് ചേർക്കാം. ഇനി വറുത്ത് വെച്ചേക്കണ കടുകൊക്കെ ഈ ചെമ്മീനിലേക്ക് ചേർക്കാം. ഈ ചെമ്മീൻ്റെ അകത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചെമ്മീൻ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂട് ചമ്പാവരി ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.